ഹലോ ഗേൾസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ എറണാകുളം പോവാണ്. ചേച്ചീൻ്റെ കോളേജിൽ ഡിഗ്രി ഷോ ആണ്. അപ്പം അതിന് നമ്മളെല്ലാവരും മാറ്റിക്കണം. അങ്ങോട്ട് ഹായ്, ഗുഡ് മോർണിംഗ്. വല്യമ്മ ഇതാണ് എൻ്റെ വല്യമ്മ, അമ്മേൻ്റെ മൂത്ത. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ടൈം എത്രയുണ്ട്? ഇപ്പൊ സമയം 5:20. 5:20 കഴിച്ച് നമുക്ക് 6:45 ട്രെയിൻ. അപ്പം നമുക്ക് പോണ വീഡിയോ കാണാം. ഗൈസ്, നമ്മൾ ഇറങ്ങുന്നു. ഇങ്ങനെ നടന്നുകൊണ്ട് താഴെ ഓട്ടോ വരാൻ പറഞ്ഞില്ലേ? ഓട്ടോ ഉണ്ട് ഗൈസ്. കവറിൽ കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അപ്പോൾ ഗായ്സ്, നമ്മൾ റെയിൽവേയിൽ നിൽക്കുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഗായ്സ്, നമ്മളുടെ ട്രെയിൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കയറി അപ്പം തന്നെ സീറ്റും കിട്ടി. വേഗം ഇരുന്ന് പിന്നെ കുറേ നിന്ന് എല്ലാവരും നിന്ന് പോവുക. സീറ്റ് കിട്ടിയോടന്ന് നീച്ചതാണ്. അപ്പോൾ ഇരുന്നിരുന്ന് ക്ഷീണം പിടിച്ചു. അപ്പം നിന്ന് പോവുക. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ച് ചായ മേടിച്ചു. ഞാൻ, അമ്മ, വല്യമ്മ. പിന്നെ ഒരു വടയും മേടിച്ചു. വട തണുത്ത് പോയിക്കണ, പിന്നെ നേരത്തെ അങ്ങാണ്ട് വെക്കണില്ല, കുഴപ്പമില്ലായിരുന്നു. കതിലൊക്കെ കണ്ടില്ല, ഓരോ വാരി കൊലച്ചയ്ക്ക് 5:30 എടുത്ത് തേച്ച് നൽകിയതാണ്. അങ്ങനെ എത്താനായി എന്ന് പറഞ്ഞപ്പം എണീച്ചെന്നു. അങ്ങനെ എണീച്ച് ലാസ്റ്റ് നമ്മളുടെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ എത്തി. ഗൈസ്, ഞാൻ തൊപ്പി വെച്ച് പൊരിഞ്ഞ വെയിൽ. ഗൈസ്, നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്കമാലി എത്തി ഗൈസ്. പക്ഷെ എവിടേക്ക് പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ, വഴിയെ പറഞ്ഞുതരാം. ഗൈസ്, അപ്പം നമ്മളിതാ ബസ്സിന് വേണ്ടി നമ്മളിങ്ങനെ നടക്കും. നമ്മൾ ബസ് കയറി നമ്മൾ കാണാം. അപ്പം ഗൈസ്, നമ്മൾ ബസ് കയറി. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു സർപ്രൈസ്. ഇത് ചേച്ചീൻ്റെ കോളേജാണ് ഗൈസ്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം സർവകലാശാല. ഈ കോളേജിൽ ഡിഗ്രി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചിയുടെ വർക്കൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ പോവുകയാണ് ഗൈസ്. നോക്കൂ എൻ്റെ ഗൈസിൻ്റെ തലമുടിയുണ്ട്. കണ്ട ഗൈസ്, കുറേ നടക്കാണ്ട്, വിശാലമായ സ്ഥലം. ഇപ്പം നമ്മളെല്ലാം ഇങ്ങനെ നടക്കണ്ട് കാണിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ ഇതാ അച്ഛൻ ചേച്ചി അത് മുന്നേ പോകുന്നു. ഞങ്ങൾ കോളേജിൻ്റെ ഉള്ളിലെത്തി കണ്ട വിശാലമായ കോളേജ്. എത്ര നടക്കാണ്ടെന്നറിയോ. അങ്ങനെ ഓരോരോ ക്ലാസ്സിലാണ് ഓരോ സംഭവങ്ങൾ, ഇങ്ങനെ ഓരോരുത്തരുടെ വർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ വെച്ചത് കണ്ട. ഓരോരുത്തരുടെ കഴിവും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ പൊളി സാധനം, പൊളി വർക്കൊക്കെ അടിപൊളി, നല്ല രീതി കണ്ട ഗൈസ്. ഇത് കാല് പോലത്തെ ഒരു ഇത്, അതൊക്കെ ഓരോ പിക്ക് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നിയിട്ട് പെട്ടെന്ന് ആ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ച് ഓരോ റൂമിൽ ഇങ്ങനെ വെക്കണം. അത് ആ ഒരു രീതിയിൽ തന്നെ വെച്ചില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ മാർക്ക് അങ്ങനെ എന്തോ കാര്യങ്ങളൊന്നും പോകും തോന്നുന്നു. അപ്പം എല്ലാത്തിനും ഓരോരോ റൂമിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് ഇതൊക്കെ അടിപൊളി സാധനം വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾ നടന്ന് എൻ്റെ അമ്മ അത്രയ്ക്കും കാണാനുണ്ടായിരുന്നു ആ കോളേജിൽ. ഇത് രണ്ടും ഇനിയുണ്ട് കാണാം. ഇതൊക്കെ ചേച്ചിയുടെ കേട്ടോ, ചേച്ചിയുടെ വർക്ക്. നടക്കടേ. വിശാലമായ സ്ഥലം, പക്ഷെ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി. കാരണം അവിടെ അങ്ങനെ ഹോട്ടലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി. ഇത് പുതിയ തുടങ്ങിയ റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു ചേച്ചി. അപ്പം ഇതൊക്കെ ഫുഡിൻ്റെ തന്നെ ഒക്കെ എത്ര വിഭവങ്ങൾ, പായസം, ഫുള്ള് സാധാ നോർമൽ ഫുഡാണിത്. അതിനാണ് ഇപ്പം എത്ര അറിയും.
പിന്നെ ഞാനും ചേച്ചിയും ഒരു ചട്ടിച്ചോറ് വാങ്ങി. അതിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു. ഏട്ടന് ബിരിയാണി മേടിച്ച്, അമ്മയും വലിയമ്മയ്ക്ക് ചോറ് തന്നെ. ഇങ്ങനെ ബില്ല് നോക്കുക, 1140 ഉറുപ്പ്യ. ചോറാ വാങ്ങിച്ചത്, വേറൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. അടിപൊളി ഫുഡ്, ബട്ട് ആ റേറ്റാണ്. അതെ, 1000 ചില്ലാണ്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല വിഭവങ്ങൾ ഇങ്ങനെ നല്ലോണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഏച്ചിയും ചട്ടിച്ചോറ് ഷെയർ ചെയ്തു. അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും ഏട്ടൻ ബിരിയാണി, അച്ഛൻ ചോറ്. ചോറിന് എത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അടിപൊളി ഇൻസെറ്റ്. ചേച്ചീൻ്റെ കോളേജിൽ പോയിട്ട് കുറച്ചും കൂടി ഉണ്ട്. ഫാമിലി പിക്കൊക്കെ എടുത്ത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ കാണാം. നമ്മൾ വേറെ എവിടെയും പോകുന്നു, എന്തോ ഒരു ഗാലറി. അപ്പം നമ്മളിങ്ങനെ നടക്കാത്തൊന്നും ഇരിക്കേണ്ട സ്റ്റെപ്പ് കാണും. ഈ 2 പേർക്ക് ഇവിടെ കയറ്റി. ഇതാണ് ആർട്ട് ഗാലറി. അതിൻ്റെ ഉള്ളിലപ്പം നമ്മൾ കയറി. ഗായ്സ്, നമ്മൾ പിന്നെയും വന്ന സ്ഥലത്തേക്ക് ഫസ്റ്റ് വന്ന സ്ഥലത്തേക്ക് കയറുന്നു. ഗായ്സ്, ദക്ഷി എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്, ഇതിൻ്റെ ബ്രദർ. അപ്പോൾ ഗായ്സ്, നമ്മൾ ദയച്ചിൻ്റെ ഹോസ്റ്റലിലാണ്. അല്ല, കോളേജിൽ. സോറി ഗായ്സ്, കോളേജിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ 4:30 ഇറങ്ങും. കാരണം നമുക്ക് 6:30 ട്രെയിനുള്ളത്. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. നമ്മൾ കണ്ട ഗായ്സ്, ഇത് ഔട്ട്ഫിറ്റ് കാട്ടി തന്നില്ലല്ലോ, ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഓക്കെ, സെറ്റ്. പുതിയതാട്ടോ, പുതിയ. ഹോസ്റ്റലിൽ ഇങ്ങോട്ട് പോകണം. ഇത് കലാമണ്ഡലം ഡാൻസ് ക്ലാസ്. പൊടിച്ചായിട്ട് നടന്ന് നമുക്ക് ഇന്നും കാണാം. കാരണം നമുക്ക് റെസ്റ്റാണ്. ചേച്ചി എങ്ങോട്ടോ പോയതാണ്. അപ്പം ഫുഡ് കഴിച്ചതിൻ്റെ റെസ്റ്റാണ്. നമ്മളിങ്ങനെ ഈ കോളേജിൽ നമ്മൾ ചുറ്റിക്കറങ്ങിയാൽ തീരാത്ത കോളേജാണ് മക്കളെ. അതെ, ഫുൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരു സ്ഥലം നടന്നു പോകുമ്പോഴത്തേ നമ്മൾ വെള്ളത്തിൽ താഴ്ച നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും. കലാമണ്ഡലം. നമുക്ക് അങ്ങോട്ട് നോക്കാം. അവിടെ എന്താ ഞാൻ അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അമ്മേ? ഞാൻ അവിടെ പറയണ കേൾക്കണ്ട. അമ്മ ഈ ആകാശത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് എന്തെന്നാ ഇത്? നല്ല ക്യാമറമാൻ അല്ലേ? നല്ല ക്യാമറമാൻ. ക്യാമറമാനെ ഞാൻ ഒന്ന് വെക്കേണ്ടി വരിക. ഓള് വേറെ ഒരാളെ വെച്ചോട്ടെ. എവിടെ ഇത്? അതെ, കണ്ടോ? ഇപ്പൊ മുകളിലേക്ക് നോക്കി കാണിക്കാം. ഞാൻ നേരത്തെ തന്നെയാ കാണിച്ചത്. അല്ല, ഇതാ കണ്ട എന്റെ അമ്മേ, ആരുമില്ല. ഓടിച്ചാടി നടക്കുന്ന സ്പേസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറയും ഇവിടുന്ന്. നോക്കും, ആരുമില്ല. ഒരു കോളേജിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചല്ലേ ഉള്ളൂ. ഇതൊന്നല്ല മക്കളെ, കണ്ടാലേ മനസ്സിലാവും. അങ്ങോട്ട് ഇടക്കിടക്ക് പ്രാന്തത്തി അവിടെ എത്തി ഓടിയിട്ട് കണ്ട. ഫോണിൻ്റെ കയ്യിൽ തന്നിട്ട് ഓൾ ഓടി. ഓൾ ഊഞ്ഞാലെ കണ്ടിട്ട് ഓടുക. വീണ് പോയാൽ താഴത്തുണ്ടാവും. താഴത്തുനിന്ന് വീണാലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് അത്രയ്ക്കും നിറങ്ങുന്നുണ്ട്. സൂപ്പറാ. പൊട്ടി വീഴൂലായിരിക്കും അല്ലേ? പൊട്ടി വീഴില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകും. വീണാ എന്ത് ചെയ്യും? പൊട്ടി വീണാ ചിലപ്പോ ആരെങ്കിലും അറുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നെ പോലുള്ള ഗുരുത്തം കെട്ടത് ആരെങ്കിലും വന്ന് ആടുകയാണെങ്കിൽ പൊട്ടിക്കോട്ടെ വെച്ചിട്ട് വീണ് നമ്മൾ ആരും കാണിക്കില്ല. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ട അറിയാം? വീണ് കഴിഞ്ഞാല് ആരെങ്കിലും കണ്ടിക്കണോ നോക്കണം.
ഇല്ലെങ്കിൽ വേഗം എണീക്കാം. കണ്ടുണ്ടെങ്കിൽ ഇവിടെ അവിടെ മാറി. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരുമില്ല, ഞങ്ങള് മാത്രം. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങാണ്. 4:14 എന്തോ വായിക്കണ്ടായി. ഞാൻ നമ്മൾ റെയിൽവേ റെയിൽവേ ഇനി നമ്മൾ നേരെ ചായ കുടിക്കാൻ പോവാം ഇവിടുന്ന്. കാരണം അവിടെ നിന്ന് ചായ കുടിച്ചാൽ നമുക്ക് ടൈം കിട്ടില്ല. നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേയിൽ ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോകും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ നമ്മൾ കോളിഫ്ലവറും ചായയും കുടിക്കാൻ പോയി. കോളിഫ്ലവറൊക്കെ തണുത്തിട്ട് അങ്ങനെ കഴിക്കുന്നു. പിന്നെ പൊരിഞ്ഞ മഴ, പിന്നെ 2 ലേസ് മേടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. പക്ഷെ അത് അപ്പം തന്നെ തീർന്നും ചെയ്ത്. ട്രെയിനിൽ കഴിക്കാൻ വിചാരിച്ചു, പക്ഷെ അത് അപ്പം തന്നെ തീർന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ ഹോമിലേക്ക് പോകുന്നു ഗായ്സ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നു ഗായ്സ്. ടാറ്റാ. ബട്ട് ഒരു കാര്യം മറന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം. ഓക്കെ ബൈ. ഇനി വായി പറയാട്ടോ.